കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. വഴിതെറ്റിക്കാൻ മൂവാറ്റുപുഴയിലെ സിഗ്നൽ ജംഗ്ഷൻ, ദിശാ ബോർഡുകൾ മറിച്ച് പരസ്യ ബോർഡുകൾ. MC റോഡും ദേശീയപാതയും സംഗമിക്കുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവലകളിലൊന്നായ മൂവാറ്റുപുഴ നഗരം ഇപ്പോൾ യാത്രക്കാർക്ക് വഴിതെറ്റിക്കുന്ന ഒരു വലിയ കെണിയായി മാറിയിരിക്കുകയാണ്. സിഗ്നൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ദിശാ ബോർഡുകൾ പൂർണ്ണമായും നശിച്ചതോടെ വഴിയറിയാതെ പകച്ചു നിൽക്കുകയാണ് ദൂരദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർ. നഗരത്തിലെ ഭൂരിഭാഗം പ്രധാന കേന്ദ്രങ്ങളിലെയും ദിശാ ബോർഡുകളിലെ അക്ഷരങ്ങൾ വെയിലും മഴയുമേറ്റ് പൂർണ്ണമായും മാഞ്ഞുപോയ അവസ്ഥയിലാണ്. ബോർഡുകൾ താങ്ങി നിർത്തുന്ന ഇരുമ്പ് തൂണുകൾ തുരുമ്പെടുത്ത് ഏത് നിമിഷവും റോഡിലേക്ക് നിലം പൊത്താവുന്ന രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്നു. ഏറ്റവും തിരക്കേറിയ വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിലെ അവസ്ഥയാണ് അതിദയനീയം. പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ദിശാ ബോർഡിന് മുന്നിലായി ഒരു കൂറ്റൻ പരസ്യപ്പലക നിയമവിരുദ്ധമായി ഉയർന്നതോടെ ബോർഡ് പൂർണ്ണമായും മറഞ്ഞുപോയി. കോലഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ബോർഡുണ്ടെങ്കിലും അതിലെ അക്ഷരങ്ങൾ പൂർണ്ണമായി ഇളകി മാറിയതിനാൽ ഒന്നും വായിക്കാൻ സാധിക്കില്ല. മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് പോകുന്നവർക്ക് ദേശീയപാത വഴി കൊച്ചിയിലേക്കും MC റോഡ് വഴി പെരുമ്പാവൂരിലേക്കും തിരിയേണ്ട കവലയിൽ ഒരു ദിശാ ബോർഡ് പോലുമില്ല. എങ്ങോട്ട് തിരിയണമെന്നറിയാതെ വാഹനങ്ങൾ ഇവിടെ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് നിത്യേനയെന്നോണം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിലും ചതിക്കുന്നത് രാത്രിയിലാണ്. വഴിവിളക്കുകൾ പോലുമില്ലാത്ത കവലകളിൽ ദിശാ ബോർഡും കാണാനില്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ വലയുകയാണ് ഡ്രൈവർമാർ. ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ നിത്യേന ആയിരക്കണക്കിന് ഇതര സംസ്ഥാന വാഹനങ്ങളാണ് മൂവാറ്റുപുഴ വഴി കടന്നുപോകുന്നത്. രാത്രികാലങ്ങളിൽ വഴിവിളക്കുകൾ കൃത്യമായി പ്രകാശിക്കാത്തത് ദുരിതം കൂട്ടുന്നു. വഴി ചോദിച്ചറിയാൻ പോലും ആളില്ലാത്ത അർദ്ധരാത്രികളിൽ അപരിചിതരായ ഡ്രൈവർമാർ വഴിതെറ്റി മണിക്കൂറുകളോളം നഗരത്തിൽ അലിയേണ്ടി വരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും തീർത്ഥാടകർക്കും സഹായകരമാകേണ്ട ഭാഷകളിലുള്ള സൂചനാ ബോർഡുകൾ നഗരത്തിൽ എവിടെയും കാണാനില്ല. ചിലയിടങ്ങളിലാകട്ടെ വൈദ്യുതി തൂണുകളുടെയും ട്രാൻസ്ഫോമറുകളുടെയും പിന്നിലൊളിച്ച നിലയിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നഗരത്തിലെ ചില ഭാഗങ്ങളിലെ ബോർഡുകൾ മാത്രം പെയിന്റ് അടിച്ച് പുതുക്കി പണി തീർക്കുന്ന അധികൃതർ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെ ബോർഡുകളെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. അപകടാവസ്ഥയിലായ ഇരുമ്പു തൂണുകൾ മാറ്റി സ്ഥാപിക്കാനും നഗരത്തിലെ മുഴുവൻ ദിശാ ബോർഡുകളും ഇതര ഭാഷാ സൂചനകൾ ഉൾപ്പെടുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കാനും പൊതുമരാമത്ത് വകുപ്പും നഗരസഭയും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ശക്തമായ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.